പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ മുനിചര്യ പഞ്ചകം എന്ന കൃതിയിലെ 4-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അസത് സദിതി വാദതു ബഹിരചിന്യമഗ്രാഹ്യം അണ്വഗർവമമലം പരം സ്ഥിമിതനിമ്നമത്യുന്നതം പരാന്മുഖ ഇതസ്തതഃ പരിസമേതി തുര്യം പദം മുനിസദസദോർദ്വയാദുപരി ഗന്ധും അഭ്യുദ്യതഃ. അസത് സദിതി വാദതോ ബഹിരചിന്യമഗ്രാഹ്യം അണ്വഗർവമമലം പരം സ്ഥിമിതനിമ്നമത്യുന്നതം പരാന്മുഖ ഇതസ്തതഃ പരിസമേതി തുര്യം പദം മുനിസദസദോർദ്വയാദുപരി ഗന്ധും അഭ്യുദ്യതഃ. ആദ്യമായി ഈ ശ്ലോകത്തെ സദസദോ ദ്വയാദ് ഉപരി അഭ്യുദ്യതഃ മുനി ഇതതത പരാന്മുഖ അസത് സത് ഇതി വാദതഃ ബഹി അചിന്യം അഗ്രാഹ്യം അണു അഗർവം അമലം പരം സ്ഥിമിതനിമ്നം അത്യുന്നതം തുര്യം പദം പരിസമേതി എന്നിങ്ങനെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കണം. അതിനുശേഷം പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. സദസദോ ദ്വയാദുപരി, സത്ത് അസത്ത് എന്നീ രണ്ടിനും ഉപരിയായി, ഗന്ധും പോകുവാൻ, അഭ്യുദ്യതഃ മുനി ശ്രമിക്കുന്ന മുനി, ഇതതത പരാന്മുഖ അതും ഇതും കണ്ടു ഭ്രമിച്ച് അവിടെയും ഇവിടെയും പരതി നടക്കാതെ അന്തർമുഖനായി, അസത് സദിതി വാദത ബഹി സദ്വാദവും അസദ്വാദവും ഉപേക്ഷിച്ച് അവയ്ക്ക് അതീതമായ അചിന്യം അഗ്രാഹ്യം, അചിന്യവും അഗ്രാഹ്യവും, അണു അഗർവം അതിസൂക്ഷ്മവും അതിമഹത്തും, അമലം പരം പരിശുദ്ധവും പരമവുമായ അങ്ങനെയുള്ള ആ ഒരു പദവിയിലേക്കാണ് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്. സ്ഥിമിതനിമ്നം നിശ്ചലവും ആഴമേറിയതും, അത്യുന്നതം തുര്യം പദം അത്യന്തം ഉന്നതവുമായ തുര്യപദത്തെ പരിസമേതി അവർ പ്രാപിക്കുന്നു. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. സത്തിനും അസത്തിനും അതീതമായ പരമ്പൊരുളിനെ സാക്ഷാത്കരിക്കാൻ ഉദ്യമിക്കുന്ന മുനി അതും ഇതും കണ്ടു ഭ്രമിച്ചുഴറാതെ മനസ്സിനെ ഏകാഗ്രമാക്കി അന്തർമുഖനായി സത്യവാദവും അസദ്വാദവും ഉപേക്ഷിച്ച് അവയ്ക്കതീതമായി പരിലസിക്കുന്ന അചിന്യവും അഗ്രാഹ്യവും അതിസൂക്ഷ്മവും അതിമഹത്തും പരിശുദ്ധവും നിശ്ചലവും ആഴമേറിയതും പരമോന്നതവുമായ തുരീയപദത്തെ പ്രാപിക്കുന്നു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം ഇവ ബോധാനുഭൂതിയുടെ 4 നിലകളാണ്. ഇന്ദ്രിയങ്ങളും അന്ധക്കരണ ചതുഷ്ടയവും അഥവാ മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും പൂർണ്ണമായി ഉണർന്നു പ്രവർത്തിക്കുമ്പോഴുള്ള ബോധനിലയാണ് ജാഗ്രത്. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. ജാഗ്രത അവസ്ഥയിൽ മനുഷ്യൻ ബഹിർമുഖനായിരിക്കും. സ്വപ്നാവസ്ഥയും നിദ്രാവസ്ഥയും ഒന്നു തന്നെയാണ്. സ്വപ്നം കാണുന്ന അവസ്ഥ അഥവാ ഉറക്കം എന്ന് സ്വപ്നാവസ്ഥയെ നിർവചിക്കാവുന്നതാണ്.
സ്വപ്നാവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ നിഷ്ക്രിയമായിരിക്കും, എന്നാൽ അന്ധഃകരണങ്ങൾ ഉണർന്നിരിക്കും. ഉപബോധ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടുമിരിക്കും. ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങളും ആശകളും ഇഷ്ടാനിഷ്ടങ്ങളും വികാരങ്ങളും എല്ലാം മനസ്സിൽ അട്ടിയായി അടുക്കി വയ്ക്കപ്പെട്ടിരിക്കും. സ്വപ്നാവസ്ഥയിൽ അവ ഉപബോധ മനസ്സിൽ എഴുന്നുവരികയും ജാഗ്രത്തിൽ എന്ന പോലെ അനുഭൂതികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതാണ് നാം കാണുന്ന കിനാവുകൾ. വായന, ചിന്തകൾ, സങ്കല്പങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയവയുടെ സഞ്ചിത ശേഖരം വിസ്മയക്കിനാവുകളായും അനുഭവപ്പെടാറുണ്ട്. പേക്കിനാവുകളും മോഹസ്വപ്നങ്ങളുമൊക്കെ പൂർവ്വവികാര നിക്ഷേപങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. ബോധമനസ്സിൻ്റെ നിലയും ശാരീരിക സ്ഥിതിയും സ്വപ്നങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഗാഠനിദ്രയാണ് സുഷുപ്തി. സുഷുപ്ത്യാവസ്ഥയിൽ ഇന്ദ്രിയങ്ങളും ചിത്തം ഒഴികെയുള്ള അന്ധഃകരണങ്ങളും നിഷ്ക്രിയമായിരിക്കും. മനനബുദ്ധിയിൽ വെളിപ്പെട്ടു കിട്ടിയ ശുദ്ധജ്ഞാനം പ്രതിഷ്ഠിതമായിത്തീരുന്ന അന്ധഃകരണ ചതുഷ്ടാംശം ആണ് ചിത്തം. അങ്ങനെയുള്ള ചിത്തം ഉണർന്നിരിക്കുകയും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഇന്ദ്രിയങ്ങളും നിശ്ചേഷ്ടങ്ങളായിരിക്കുകയും ചെയ്യുന്ന സുഷുപ്ത്യാവസ്ഥയിൽ ശാന്തി നിർഭരമായ ആനുഭൂതിയ നിലയിലായിരിക്കും ബോധാനുഭൂതിയുടെയും നില. സുഷുപ്തി വിട്ട് ജാഗ്രത അവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ സുഖമായി ഉറങ്ങി എന്ന ബോധാനുഭവം നമുക്കുണ്ടാവും. ബോധനിലയുടെ 4ാമത്തെ അവസ്ഥയാണ് തുരീയം. ജീവാത്മാവ് മാത്രം ഉണർന്നിരിക്കുന്ന ആനുഭൂതിയ നിലയാണത്. യോഗികൾ നിരന്തരമായ അഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന സമാധിസ്ഥിതിയുടെ പരമോന്നത നിലയാണ് തുരീയം. ജീവാത്മാ പരമാത്മാ ഐക്യം അഥവാ ജീവൻ മുക്താവസ്ഥ തന്നെയാണ് തുരീയം. ഈ അവസ്ഥയെ അചിന്ത്യവും അഗ്രാഹ്യവും നിശ്ചലവും അഗാധവും അത്യുന്നതവുമായ ആനുഭൂതിക നില എന്നാണ് ഗുരു നിർവചിച്ചിരിക്കുന്നത്. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് എന്നാണ് ദൈവദശകത്തിൽ തുരീയത്തെ ഗുരു നിർവചിച്ചിരിക്കുന്നത്. ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്ന് ആത്മോപദേശ ശതകത്തിലും ഗുരു തുരീയത്തെയാണ് വാഴ്ത്തിയിരിക്കുന്നത്. തുരീയ നില യോഗാത്മകവും ആത്മനിഷ്ഠവുമാണ്. അതനുഭവിച്ചു മാത്രമേ അറിയാൻ സാധിക്കൂ. അങ്ങനെയുള്ള തുരീയ പദത്തിൽ എത്തിച്ചേർന്ന ആത്മനിഷ്ഠന്മാർ അഥവാ ബ്രഹ്മനിഷ്ഠന്മാരാണ് മുനിമാർ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.